ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് പാലക്കാട് ലുലുവിൽ പോയതിൻ്റെ ആണ് കേട്ടോ. ഒരു 8 മാസം മുന്നേ അച്ഛൻ വന്നപ്പോഴും ഞാൻ ലുലുവിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 8 മാസങ്ങൾക്ക് ശേഷം കർണാടക രജിസ്ട്രേഷനിലുള്ള വലിയച്ഛൻ്റെ 2 വീലറും എടുത്തിട്ടാണ് ഞാനും പാപ്പും പോകുന്നത്. അപ്പം ഞങ്ങളൊരു 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. സ്കൈ ഒക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ രാവിലെ പോകാത്തതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഈ ചൂട് തന്നെയാണ്. നമ്മൾ ചുട്ട് പണ്ടാരടങ്ങും കേട്ടോ. അത് കാരണമാണ് നമ്മൾ വൈകിട്ട് പോയത്. ഫൈനലി നമ്മൾ നമ്മുടെ ലുലു എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 വീലർ എല്ലാം പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 7-7.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങാനില്ലെങ്കിലും ലുലു എത്തിക്കഴിഞ്ഞാൽ ട്രോളി എടുക്കാണ്ടിരുന്നത് അത് മോശമല്ലേ. അങ്ങനെ ആദ്യം തന്നെ ട്രോളി എടുത്ത് പിടിച്ചു കേട്ടോ. പിന്നെ ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ സാധനങ്ങൾ ഇങ്ങനെ പൗഡർ, ന്യൂഡിൽസ്, ഇവിടെ ബാർബിക്യൂവിൻ്റെ ഏതോ മാഗി ന്യൂഡിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാപ്പു പറഞ്ഞു അതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാം. നമ്മൾ മൈസൂർ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കാണാത്തതാണോ അവിടെ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. പിന്നെ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ, അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയി എന്നല്ലാതെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഈ കുബ്സ് അഥവാ കുബൂസ് കണ്ടപ്പോൾ സൗദി നൊസ്റ്റാൾജിയ വന്നു. നമ്മൾ സൗദിയിൽ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫിഷിൻ്റെ സെക്ഷനിൽ പോയി. കുറേ മീനുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും വാങ്ങിയില്ല. പക്ഷെ എനിക്ക് പ്രോൺസ് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു കൊതി വന്നു. ഞാൻ പ്രോൺസ് കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. 1 കിലോ വന്നിട്ട് 429 ആണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 കിലോ വാങ്ങി. അവർ പറഞ്ഞു ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ്സ് എടുക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിൽ പോയി. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക് വയറ് ഹെവിലി ഫിൽഡ് ആയിരുന്നു. അത് കാരണം തന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി തോന്നിയില്ല. പിന്നെ മറ്റുള്ളവർ വാങ്ങുന്നത് ഇങ്ങനെ വെറുതെ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. വീട്ടിൽ നിന്ന് അത്രയും വയറ് നിറച്ചിട്ടാട്ടോ ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ചോറ്, പരിപ്പ് കൂട്ടാൻ, മീൻ വറുത്തത്, പയറുപ്പേരി, തൈര്, പപ്പടം, അച്ചാറ്, വൈകിട്ടായപ്പോൾ ചായ, കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയറിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചിലപ്പോൾ കഴിച്ചാൽ പണി കിട്ടും. അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഫിഷിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അക്യൂറിയത്തിലൊക്കെ വെക്കാൻ പറ്റിയ ഫിഷസ് ആണ്. റേറ്റ് വന്നിട്ട് 150 സംതിങ് ആണ് ഇതിന് വരുന്നത്. ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല. ജസ്റ്റ് ഭംഗി ആസ്വദിച്ചു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു സ്വിസ് റോൾ എടുത്തു കേട്ടോ. ഞാൻ എപ്പോൾ ലുലുവിൽ പോയാലും എടുക്കുന്നതാണ് സ്വിസ് റോള്. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്രാവശ്യം പിസ്ത ഫ്ലേവർ എടുത്ത്, അല്ലെങ്കിൽ യൂഷ്വലി ഞാൻ സ്ട്രോബെറിയോ വാനിലയൊക്കെയാണ് എടുക്കാറ്. ഇപ്രാവശ്യം പിസ്തയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഗ്രീൻ ആപ്പിളും എൻ്റെ ഫേവറേറ്റ് ആണ്. അത് 2 എടുത്തു. ഈ ഒരു ഡ്രസ്സിൽ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര തടിയുള്ള പോലെ തോന്നുന്നു. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് തടിയില്ല കേട്ടോ. ഇത് അമ്മയുടെ ഡ്രസ്സാണ്. എനിക്ക് ഓൾട്ടർ ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ ഒരുപാട് ഡ്രസ്സൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാത്ത കാരണം ഇതെങ്കിലും ഇതിട്ടിട്ട് പോവാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് മാംഗോസ് എടുത്തു. 2 മാംഗോസ് എടുത്തുള്ളൂ കേട്ടോ. ബങ്കനപ്പള്ളിയാണ് എടുത്തത്. മധുരം ഉണ്ടോയെന്ന് ദൈവത്തിനറിയാം. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും നമുക്ക് കാണാം. ചാ ചാ.